എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിരമിഡ് ഓഫ് നീഡ്സിനെ കാണുകയുണ്ടായിരുന്നു. അതായത് എബ്രഹാം മാസ്ലോവിന്റെ പിരമിഡ് ഓഫ് നീഡ്സ്, ബേസിക് നീഡ്സിൽ തുടങ്ങി അത് അവസാനിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിലാണ്. ഒരു വ്യക്തി ആ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയിലെത്തുന്ന അവസ്ഥയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മഹാന്മാരായ വ്യക്തികളെയൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി. അദ്ദേഹം എപ്പോഴും ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ നെൽസൺ മണ്ടേല, എബ്രഹാം ലിങ്കൻ, അങ്ങനെ കുറേ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അവരുടെ കുറച്ച് പ്രത്യേകതകളാണ്. എബ്രഹാം മാസ്ലോ എന്ന സൈക്കോളജിസ്റ്റ് അവരുടെ ഒരു 9 പ്രത്യേകതകളാണ് പറയുന്നത്. അതിൽ ചില പ്രത്യേകതകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ഹാവ് പീക്ക് എക്സ്പീരിയൻസ്. എന്താണ് പീക്ക് എക്സ്പീരിയൻസ്? പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ആ വ്യക്തിത്വത്തെ മറികടക്കുന്ന അവസ്ഥയാണ് പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിലൊക്കെ നമ്മൾക്ക് ഒരു പീക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഒരു ഓർഡിനറി പ്ലെയിനിൽ നിന്നുകൊണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയിനിലേക്കുള്ള നമ്മുടെ സെൽഫിന്റെ മാറ്റത്തെയാണ് നമ്മൾ പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുക. ഇടയ്ക്കിടെ പീക്ക് എക്സ്പീരിയൻസുകളുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഒരു ഡിവൈൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഡിവൈൻ കോണ്ടാക്ട് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് പലപ്പോഴും ഒരു ലോകത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചൊക്കെ നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും പെട്ടെന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും അതിലേക്കൊന്നും തളരാതെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നാണ് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിളിന്റെ പീക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെപ്പോഴും ഒരു പീക്ക് എക്സ്പീരിയൻസുകളുള്ള ആളുകളായിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും സെൽഫ് ആക്സെപ്റ്റൻസ്, ദേ പൊസസ് സെൽഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ഡെമോക്രാറ്റിക് വേൾഡ് വ്യൂ. അവർക്ക് അവരുടെ സെൽഫിനെ തന്നെ അതിൻ്റെ കുറവുകളോടുകൂടെ അതിൻ്റെ നന്മകളോടും അതിൻ്റെ തിന്മകളോടും എല്ലാം, അതായത് അതിൻ്റെ പോസിറ്റീവ്സിനോടും നെഗറ്റീവ്സിനോടും ഒക്കെ കൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ദേ പൊസസ് സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തെക്കുറിച്ചും അവർക്ക് എപ്പോഴും ഒരു നല്ലൊരു ഡെമോക്രാറ്റിക് വ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർ വളരെ ലിബറൽ ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഐഡിയ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇതിലോ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കില്ല. എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഉള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അതാണ് ദേ പൊസസ് സെൽഫ് ആക്സെപ്റ്റൻസ് ആൻഡ് ഡെമോക്രാറ്റിക് വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ റിയലിസ്റ്റിക് ആയിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും ഒക്കെ സെൽഫ് ആക്സെപ്റ്റൻസ് ഉള്ള ആളുകൾക്ക് സാധിക്കും. അവർക്ക് എല്ലാത്തിലും ഒരു റിയാലിറ്റി ടച്ച് ഉണ്ടായിരിക്കും. അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ദേ ടെൻഡ് ടു ബി പ്രോബ്ലം സെൻറ്റേഡ്. ഇപ്പോൾ നമുക്കറിയാം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ചിലപ്പോൾ വ്യക്തികൾ പൊതുവിൽ മറ്റുള്ളവരെ പഴിക്കുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ പഴിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വ്യക്തികൾ ഒരിക്കലും സാഹചര്യങ്ങളെയോ മറ്റ് വ്യക്തികളെയോ പഴിക്കാതെ ആ പ്രോബ്ലത്തെ മാത്രം കാണുകയും അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിനെയാണ് ദേ ടെൻഡ് ടു ബി പ്രോബ്ലം സെൻറ്റേഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ ഈസ് ഓട്ടോണമസ്. ഓട്ടോണമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേ ആർ ഫ്രീ, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവരുടെ ആശയങ്ങളും ചിന്തകളും എല്ലാം എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ സ്വതന്ത്ര ചിന്തകരാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാനും കഴിവുള്ള ആളുകളാണ് സെൽഫ് ആക്ച്വലൈസ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ദേ എൻജോയ് സോളിറ്റ്യൂഡ് ആൻഡ് പ്രൈവസി. അവർ സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ്, 2 വാക്കുകളാണ്. സോളിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് ശാന്തത എന്നും ലോൺലിനെസ് എന്ന് പറയുന്നതിന് ഒറ്റപ്പെടൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അവർ ലോൺലിനെസ് അല്ല ഉദ്ദേശിക്കുന്നത്. സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ശാന്തത. എപ്പോഴും അവർ ശാന്തത ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഒരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്വദിക്കാനും ബഹളങ്ങളിലേക്ക് കൂടുതൽ പോകാതെ ശാന്തമായിട്ടിരിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കും അവരെന്നാണ് പറയുന്നത്. അതാണ് ദേ എൻജോയ് സോളിറ്റ്യൂഡ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത്. ഒരു ഫിലോസഫിക്കൽ സെൻസ് ഓഫ് ഹ്യൂമർ അവർക്ക് ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ ഫിലോസഫിക്കൽ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്?
അപ്പോൾ നമ്മുടെ ഈ സെൻസ് ഓഫ് ഹ്യൂമർ പലപ്പോഴും ചിലപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഹ്യൂമറുകളാവാറുണ്ട്. പക്ഷെ അവർ പറയുന്ന ഹ്യൂമറിന് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ പഴിചാരിക്കൊണ്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പഴിചാരിക്കൊണ്ടോ ഉള്ള ഹ്യൂമർ ആയിരിക്കില്ല. മറിച്ച് സ്വതന്ത്രമായിട്ട് തമാശകൾ പറയുവാനും മറ്റുള്ളവരെ സന്തോഷത്തിൽ നയിക്കുവാനും മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ തമാശ പറയുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ആർ സ്പോണ്ടേനിയസ്. എന്താണ് സ്പോണ്ടേനിയസ്? നമ്മൾ ചില കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറയും അല്ലേ. ഇപ്പോൾ നമ്മളൊരു പാട്ട് നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് ഒരു മൂളിപ്പാട്ട് പാടുന്നു, അത് നമ്മളോട് ആരും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പാടുന്നതല്ല, നമുക്ക് ബൈ നേച്ചർ അത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പാട്ട് പാടുന്നു. അതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ എന്നാണ് അദ്ദേഹം പറയുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ദേ ഫുള്ളി എൻജോയ് ദ ജേർണി, നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ഇപ്പോൾ നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ എപ്പോഴും ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള ചിന്ത മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മളെപ്പോഴും യാത്ര ചെയ്യുക. പക്ഷെ ഇവർ എപ്പോഴും യാത്ര ചെയ്യുന്നത് ആ യാത്ര എന്നുള്ള പ്രോസസ്സിനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ചില പ്രത്യേക കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഈ 9 പ്രത്യേകതകളിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ആ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ഒന്നുകൂടെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദേ പൊസസ് സെൽഫ് ആക്സെപ്റ്റൻസ് ആൻഡ് എ ഡെമോക്രാറ്റിക് വേൾഡ് വ്യൂ. അടുത്തതായിട്ട് വരുന്നത് ദേ ആർ റിയലിസ്റ്റിക്. അടുത്തതായിട്ട് വരുന്നത് ദേ ടെൻഡ് ടു ബി പ്രോബ്ലം സെന്റേഡ്. അടുത്തതായിട്ട് വരുന്നത് ദ സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ ഈസ് ഓട്ടോണമസ്. അടുത്തതായിട്ട് വരുന്നത് ദേ എൻജോയ് സോളിറ്റ്യൂഡ് ആൻഡ് പ്രൈവസി. അടുത്തതായിട്ട് വരുന്നത് ദേ ഹാവ് എ ഫിലോസഫിക്കൽ സെൻസ് ഓഫ് ഹ്യൂമർ. അടുത്തതായിട്ട് വരുന്നത് സെൽഫ് ആക്ച്വലൈസ്ഡ് പീപ്പിൾ ആർ സ്പോണ്ടേനിയസ്. അടുത്തതായിട്ട് വരുന്നത് ദേ ഫുള്ളി എൻജോയ് ദ ജേർണി, നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയെ ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് പേഴ്സൺ ആയിട്ടാണ് അബ്രഹാം മാസ്ലോ കണക്കാക്കുന്നത്. സോ ലെറ്റ് us try to evaluate ourselves whether നമുക്ക് ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒരു ഇതിലൂടെ കണ്ടെത്തുകയും ഇല്ലെങ്കിൽ ഇത് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയും അതുപോലെ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ടൈം. താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ട്രൈ ടു സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. താങ്ക് യു.